റേഷൻ വ്യാപാരികളുടെ പരിദേവനങ്ങൾ പങ്കുവച്ച് ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം. റേഷൻ വിതരണക്കാരുടെ വേതന പാക്കേജ് പരിഷ്കരിക്കുക, 50 കിലോ ചാക്ക് സ്റ്റാൻഡേർഡൈസ് ചെയ്ത് റേഷൻ കടകളിൽ വിതരണത്തിനെത്തിക്കുക, റേഷൻ കടകളിലെ ത്രാസ് പോസുമായി ബന്ധിപ്പിക്കുന്നതിന് മുമ്പ് NFSA ഗോഡൌണുമായി ബന്ധിപ്പിക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങളാണ് സമ്മേളനം ചർച്ച ചെയ്തത്. മഹാത്മാ മന്ദിരത്തിൽ നടന്ന സമ്മേളനം പതാക ഉയർത്തിയതോടെയാണ് തുടങ്ങിയത്. തുടർന്ന് പ്രാർത്ഥനാഗാനം ആലപിച്ചു. സംസ്ഥാന പ്രസിഡന്റ് ജോണി നെല്ലൂരിന്റെ നേതൃത്വത്തിൽ ഭദ്രദീപം കൊളുത്തി. കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷന്റെ ജില്ലാ സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ആദരണീയനായ സംസ്ഥാന പ്രസിഡന്റും മറ്റ് ഭാരവാഹികളും ജില്ലാ തലശ്ശേരി താലൂക്ക് വനിതാ വേദിയുടെ ആഭിമുഖ്യത്തിൽ തിരുവാതിരകളി അരങ്ങേറി. രജനി, പ്രസീത, പ്രതിഭ, സീന, ലളിത, രജിത്ര, ധന്യ, രതി എന്നിവരാണ് തിരുവാതിര അവതരിപ്പിച്ചത്. സ്വാഗത സംഘം ചെയർമാൻ KD നാരായണൻ ഉപഹാരം നൽകി. P സജി അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് ജോണി നെല്ലൂരാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. പക്ഷേ ആ സംഘടനയ്ക്ക് അംഗങ്ങളെ ചേർക്കുവാൻ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി എല്ലാ ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് ഈ വേദിയിലിരിക്കുന്ന നേതാക്കന്മാരെ പോലും സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് അവരോട് CITU അംഗങ്ങളാകുവാൻ നിർദ്ദേശിച്ചു. അതിനെ അതിജീവിച്ച് തല്ലേടത്തോടുകൂടി പറഞ്ഞു, ഞങ്ങൾ ഒരു സ്വതന്ത്ര സംഘടനയിൽ അംഗങ്ങളാണ്. ആ സംഘടനയിൽ കാലങ്ങളായി പ്രവർത്തിക്കുന്ന ഞങ്ങൾ ഈ സംഘടനയിൽ തന്നെ തുടരുവാൻ ആഗ്രഹിക്കുന്നു. പാർട്ടി ഇക്കാര്യത്തിൽ ഞങ്ങളോട് പരിഭവിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നവരാണ് ഈ മുൻനിരയിലിരിക്കുന്ന മുഹമ്മദ് അലി അടക്കമുള്ള നേതാക്കന്മാർ. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് B സഹദേവൻ അധ്യക്ഷത വഹിച്ചു. AKRRDA സംസ്ഥാന ജനറൽ സെക്രട്ടറി T മുഹമ്മദ് അലി മുഖ്യപ്രഭാഷണം നടത്തി. K പവിത്രൻ, EA ആന്റണി, MA മുസ്തഫ, രജീന്ദ്രൻ, K അജയൻ, PA തങ്കച്ചൻ, മാത്യു സെബാസ്റ്റ്യൻ എന്നിവർ സംസാരിച്ചു. രാമകൃഷ്ണൻ ഇരിട്ടി സംഘടനാ പ്രമേയം അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി TK ആരിഫ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. EP രത്നാകരൻ നന്ദി പറഞ്ഞു. സംഘടനയുടെ പുതിയ ജില്ലാ പ്രസിഡന്റായി PA തങ്കച്ചനെയും സെക്രട്ടറിയായി EP രത്നാകരനെയും സമ്മേളനം തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ മീഡിയ. ശരി, പറയും എന്താ ഇങ്ങനെ പ്ലാൻ? കിച്ചൺ വർക്സും ഇന്റീരിയർ വർക്സും നമുക്ക് നല്ലൊരു ടീമിനെ ഏൽപ്പിക്കണം. പിന്നെ ഫർണിച്ചർ സുനിതയിൽ എടുക്കാം. അവിടെ ആകുമ്പോ എല്ലാ മോഡൽ ഫർണിച്ചറും അവൈലബിൾ ആണ്. മോഡേൺ വേണമെങ്കിൽ മോഡേൺ, ട്രഡീഷണൽ വേണമെങ്കിൽ ട്രഡീഷണൽ. ഇനിയിപ്പോ ഇമ്പോർട്ടഡ് ഫർണിച്ചർ വേണമെങ്കിലോ അതും സുനിതയിലുണ്ട്. ചേട്ടാ, ഫർണിച്ചർ സുനിതയിലാണെങ്കിൽ മോഡുലാർ കിച്ചണും ഇന്റീരിയർ വർക്സും അവരെ തന്നെ ഏൽപ്പിച്ചാ പോരെ? അതിനവർ ഇന്റീരിയർ വർക്സ് ഒക്കെ ചെയ്യുന്നുണ്ടോ? ഒരു വീടിന്റെ മുഴുവൻ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ്ഡ് ആൻഡ് എക്സ്പീരിയൻസ് ടീമും സ്വന്തമായ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റും ഉണ്ട് സുനിതയ്ക്ക്. ഇപ്പോൾ ഏത് ജനറേഷന്റെയും ഫേവറേറ്റ് സുനിത ഫർണിച്ചർ.